ഒരുപാട് ഫാമിലികളൊക്കെ ഇറക്കി വിടുന്ന രീതിക്കൊക്കെയാണ് അവർ റെസ്പോണ്ട്. പക്ഷെ ആ സ്ഥാനത്ത് യുവർ മോം വാസ് വെരി ഡിഫറെന്റ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് യുവർ മദർ എന്ന് പറഞ്ഞിട്ടാണ് കൂടുതൽ വരാറുള്ളത്. ബിക്കോസ് ഒരു എക്സാമ്പിളാണ്, ഇപ്പം നാളെ കമ്മ്യൂണിറ്റിയിൽ ഒരു കുട്ടിക്ക് അവരുടെ അമ്മയുടെ അടുത്ത് പറയാം 14 മണിക്കൂർ ഇങ്ങനെ ഫോണിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് സ്വന്തം എല്ലാം അറിയാം, വിചാരിക്കുന്ന പോലെ ഞാൻ ഒരിക്കലും അവരുടെ ഫ്രസ്ട്രേഷനും ദേഷ്യവും അവർ ലൈഫിലും എത്താത്തതും വേറെ ആൾക്കാർക്ക് പറയും. അന്ന് നില വിളിച്ചതും ഭയങ്കര ശപിച്ചതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് പറയുമ്പോൾ അത് റിഗ്രറ്റ് ചെയ്യുന്നു. ഭയങ്കര ഫേക്കാണ്. നമുക്ക് എന്താ പറയുക, ഭയങ്കര സ്നേഹം കാണിക്കും. ഈ ഒരു ആൾക്കാരുടെ ഫേക്ക് സൈഡ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് അവരുടെ ക്യാരക്ടറിലുള്ള പേര് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ രണ്ടും കൽപ്പിച്ചിട്ടാ. അപ്പം എനിക്ക് പേടിയൊന്നുമില്ല, ഉള്ള കാര്യം പറയുന്നത്. പിന്നെ എന്താ അയച്ചു ചെയ്യുന്നത് ഡൗട്ട്. ചുമ്മാ ഇട്ട് കൊടുക്കുന്ന ആട. My best friend Bobby is there. ഇപ്പൊ എന്റെ അഭിഷേക് ഏറ്റവും രാത്രി കിടക്കുമ്പോ എല്ലാരും ഉറങ്ങും, ഇവിടെ ഉറങ്ങൂല. എന്നിട്ട് പറയും കഥ പറഞ്ഞു തരണം, എന്നിട്ട് കഥ ഇരുന്ന് പറഞ്ഞു തരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ബെല്ലേജ പ്രൈം ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 ഗസ്റ്റുകളാണ്. നമ്മുടെ ബിഗ് ബോസ് ഫെയിമിലൂടെ നമ്മൾ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ജാൻമണി ആൻഡ് അഭിഷേക്. വെൽക്കം. ഓക്കെ, ഇപ്പൊ ജാൻമണി വരുന്നത് ആസാം ഗുവാഹട്ടി എന്നാണ്. നമ്മുടെ കേരളത്തിൽ വന്ന് നമ്മുടെയൊക്കെ ഹൃദയം കവർന്നിരിക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു ചൈൽഡ്ഹുഡ് അധികം ആൾക്കാർക്കൊന്നും അറിയാൻ സാധ്യതയില്ല. അപ്പോൾ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്തൊക്കെയാണ്? എനിക്കൊന്ന് ഗ്രാൻഡ് മദറുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. ബിക്കോസ് ഓഫ് എൻ്റെ അച്ഛൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന അച്ഛനാണ് NC ഹിൽ, അത് ഹിൽ സ്റ്റേഷനാണ്. സോ അവർ വളരെ ഒരു ഇതല്ല, എന്താ പറയുന്നത്, നമുക്ക് ഭയങ്കര ഫാസിലിറ്റീസ് ഒന്നുമില്ല, ട്രെയിന് മാത്രമേ ഉള്ളൂ. സോ എൻ്റെ അച്ഛൻ, അമ്മ ആൻഡ് 2 അനിയനെ ഭയങ്കര ചെറിയതാണ്, അവിടെ പോയിട്ട് താമസിക്കുന്നത്. പിന്നെ എൻ്റെ സ്കൂളിൻ്റെ ടൈമായി. പിന്നെ എൻ്റെ 2 ആൻറ്റീസ് ടീച്ചറാണ്. സോ അങ്ങനെയാണ് ഞാൻ അമ്മൂമ്മയുടെ കൂടെ താമസിച്ചത്. സോ അമ്മൂമ്മയുടെ കൂടെ താമസിച്ച് എൻ്റെ സ്വഭാവം അമ്മൂമ്മയുടെ പോലെ ആയിപ്പോയി. സീനില്ല, ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ്. ആൾക്കാർ പറയുന്നില്ലേ ജാനു ഷാപ്പിക്കുന്നത്, ജാനു ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത്. സോ ആക്ച്വലി അത് പറയുന്നത് നമുക്ക് ദേഷ്യത്തിൽ പറയും. സോ എനിക്ക് എൻ്റെ സ്വഭാവം കുറിച്ച് ഈ അമ്മച്ചി സ്വഭാവമുണ്ട്. എൻ്റെ അമ്മൂമ്മയുടെ കറക്റ്റാണ് അമ്മൂമ്മയുടെ സ്വഭാവമാണ്. കാരണം എൻ്റെ അച്ഛനൊക്കെ എപ്പോഴും ഫാമിലിയിൽ പറയുന്നത് നിൻ്റെ അമ്മ മരിച്ചിട്ടില്ല ഇതാണ് പറയുന്നത്. സോ അങ്ങനെയാണ് എൻ്റെ അമ്മൂമ്മയുടെ കൂടെ ഭയങ്കര ക്ലോസ്. കാരണം നമ്മൾ എല്ലാം കുട്ടികൾക്ക് ചൈൽഡ്ഹുഡിൽ ആരുടെ കൂടെ എത്രയും ക്ലോസ് ആളുടെ സ്വഭാവമുണ്ടോ, ക്യാരക്ടേഴ്സ്. എക്സാക്ട്ലി. സോ അങ്ങനെയാണ് ഞാൻ അമ്മമ്മയുടെ കൂടെ ഭയങ്കര ക്ലോസ് ആയി. പിന്നെ കുറേ ഞാൻ ബേസിക്കലി മൈത്തോളജിക്കൽ, നമ്മളുടെ ഹിന്ദുസിയമിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടോ, പുരാണ ഗീത, ശ്രീമദ് ഭാഗവത് ഗീത, പിന്നെ ശ്രീകൃഷ്ണ ഗീത, പിന്നെ രാമായണം, മഹാഭാരതം എല്ലാം എന്നെ അമ്മമ്മ ബൈക്കിൻ്റെ ടൈമിൽ എനിക്ക് സൈഡിൽ വെച്ചിട്ട് എനിക്ക് പഠനം കൊടുക്കും. സോ അതാണ് എനിക്ക് ലൈഫിൽ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഭയങ്കര റിലീജിയസ് ആണ്. പക്ഷെ ഞാൻ എല്ലാം റിലീജിയനിലും എനിക്ക് വിശ്വാസമുണ്ടോ. കാരണം നമുക്ക് അങ്ങനെ ഒരു ദൈവം എല്ലാവർക്കും ഉണ്ടല്ലേ, പാഠിക്കുന്ന രീതി മാത്രം എല്ലാവരും വേറെയാണ്. പിന്നെ വിശ്വാസം ഒബിയസ്ലി വിശ്വാസം. അടിപൊളി. അപ്പോൾ അഭിഷേകിന് ഇതുപോലെ കുറച്ച് മെമ്മറീസ് എന്തൊക്കെയാണുള്ളത്? പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ചൈൽഡ്ഹുഡിലുള്ള കുറേ എന്തെങ്കിലും? ചൈൽഡ്ഹുഡിൽ എല്ലാം നല്ല മെമ്മറീസ് തന്നെയാണ്. ഇപ്പോൾ ജാൻമണി പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ചുകൂടി ക്ലോസ് എൻ്റെ അമ്മയുടെയും സിസ്റ്ററിൻ്റെയും കൂടെയായിരുന്നു. പിന്നെ അമ്മൂമ്മ പറഞ്ഞ പോലെ തന്നെ അമ്മൂമ്മയുടെയും അച്ഛൻ കുറച്ചും കൂടി ആ ടൈമിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫാദർ അതായിരുന്നു. ഹിറ്റ്ലർ അല്ല എങ്കിൽ കൂടെ നമുക്കൊരു ഭയം. പിന്നെ ഈവൻ സിസ്റ്ററും കുറച്ചും കൂടിയും ഒരു അച്ഛൻ്റെ പോലത്തെ ഒരു ബോൾഡ് ക്യാരക്ടറാണ്. അമ്മയായിട്ടാണ് കൂടുതൽ ഭയങ്കര കണക്റ്റഡ് ആയിരുന്നത്. അമ്മ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പോൾ കൂടുതൽ ബോണ്ട് അമ്മ. പിന്നെ അമ്മൂമ്മ നമ്മുടെ ചെറുപ്പത്തിൽ ഓർമ്മകൾ എന്ന് പറയുകയാണെങ്കിൽ വെക്കേഷൻ അമ്മൂമ്മയുടെ വീട്ടിൽ പോയി നിൽക്കണു. അപ്പോൾ അതൊക്കെ നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. എനിക്കിനി ജാൻമണി അടുത്ത് ചോദിക്കാനുള്ളത്, ആസാമിൽ കിടന്ന ജാൻമണി ഇപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു ലെവലിലേക്ക് ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? എപ്പോഴാണ് when is the moment you decided that you want to do this? This is what you want? Actually ഞാൻ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. സോറി. സോ ഞാൻ സത്യം ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ അസാമിലെ ഓൾറെഡി ഞാൻ എസ്റ്റാബ്ലിഷ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. പിന്നെ ജോലി ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഫാമിലി മാക്സിമം ആൾക്കാർ എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് എല്ലാം ആക്ടേഴ്സ് ആണ് ആസാമിലെ.
എൻ്റെ ആൻറ്റി ഓൾസോ ആക്ട്രസ് ആൻഡ് എൻ്റെ അച്ഛൻ്റെ അമ്മമ്മനാണ് ഡോക്ടർ ഭൂപൻ ഹസരിക. അതെങ്ങനെയാണ് നമ്മൾ ആ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുണ്ടോ. സോ ബൈ മിസ്റ്റേക്ക്ലി ലൈക്ക് ഇവിടെ എനിക്ക് എബ്രിഡ് സൈന് ഡയറക്ടർ എബ്രിഡ് സൈൻ സൈൻജി പിന്നെ പക്ക പ്രൊഡക്ഷൻ ഹൗസ് ആ ടൈമിൽ 2010 സോ റഫീഖ് ഈ 2 പേരാണ് എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ കയറ്റി കൊടുത്തത്. സോ എനിക്ക് സത്യം പോലെ വളരെ നന്ദിയാണ്. കാരണം എനിക്ക് അത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി, കാരണം ആസാമിൽ നമ്മൾ ജോലി ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ ഫാമിലിയുടെ ഉള്ളിലേക്ക് ജീവിക്കുന്ന പോലെ. പക്ഷേ നമ്മൾ ഈ കേരളത്തിൽ വന്നിട്ട് ജോലി ചെയ്യുന്ന ടൈമിൽ എനിക്ക് മനസ്സിലായി കേരളത്തിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു സ്വന്തം കുടുംബം ഒരു ടച്ചുണ്ടോ. പക്ഷേ എനിക്ക് തമിഴ്, തെലുഗു, കന്നഡ പിന്നെ ഹിന്ദിയിൽ ഇങ്ങനെ പുറത്തേക്ക് പോയിട്ട് ജോലി ചെയ്യുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവും ലൈക്ക് പ്രൊഫഷണലിസം. പിന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയപ്പോഴേക്കും കുറേ റെസ്പോൺസിബിലിറ്റി, കുറേ ഞാൻ ഒരു 317 സെലിബ്രിറ്റിയുടെ കൂടെ ജോലി ചെയ്യുന്നത് ഇന്ന മോഡൽ. സോ അതൊരു ചെറിയ ഐ തിങ്ക് ദാറ്റ് ഈസ് നോട്ട് എ സ്മോൾ തിങ്സ് വർക്കിംഗ് വിത്ത് ദാറ്റ് ലൈക്ക് more than 300 artists and plus I work with like all generations. ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇപ്പം ഉണ്ട്, അതിൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് വരാൻ വെരി ഹാർഡ്. വെരി ഹാർഡ്. സോ ഇപ്പോൾ ഉണ്ടാകുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു 90% മേക്കപ്പ് ആർട്ടിസ്റ്റ് എൻ്റെ സ്റ്റുഡൻറ്റ് മാത്രമേ ഉള്ളൂ. എല്ലാം ട്രെയിൻ ചെയ്ത് വിടുക. ഓക്കെ, അമ്മേനെ കുറിച്ച് നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ജാൻമണി കംപ്ലീറ്റ് ചെയ്തിട്ട് ചോദിക്കാൻ വിളിച്ചു. ബിഗ് ബോസിൽ ആയിരുന്നപ്പോഴാണല്ലോ ഗേ എന്നുള്ളത് പുറത്തൊക്കെ അറിയുന്നത്. അപ്പോൾ അത് അറിഞ്ഞ മൊമെന്റിൽ നോർമലി ഇപ്പം എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിലറിഞ്ഞപ്പോൾ ഭയങ്കര സീനാക്കി പറഞ്ഞു. ഒട്ടും എത്ര തന്നെ മുൻഗണന ചിന്താഗതി ഉള്ളവരാണ് മനുഷ്യരെന്നും സൊസൈറ്റി എന്ന് പറഞ്ഞാലും ഒരുപാട് ഫാമിലിന്നൊക്കെ ഇറക്കി വിടുന്ന രീതിക്കൊക്കെയാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷെ ആ സ്ഥാനത്ത് യുവർ മോം വാസ് വെരി ഡിഫറെന്റ്. അപ്പോൾ ആ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ കൂടി ലൈക്ക് അമ്മ ഇതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് അറിയുന്നത് ത്രൂ ബിഗ് ബോസ് ആണ്. ലൈക്ക് എനിക്ക് ആ ഒരു ലെറ്റർ വന്ന എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. കണ്ടിട്ടുണ്ട്. അപ്പം ആ ലെറ്ററിൽ കൂടെയാണ് ലൈക്ക് ഇമോഷൻസ് ആയാലും ഫീലിങ്സ് ആയാലും എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. അമ്മയ്ക്ക് ഈ കാര്യത്തിനെ കുറിച്ചാണെങ്കിലും നല്ല എഡ്യൂക്കേറ്റഡ് ആണ് അബൌട്ട് എന്താണ്, പലർക്കും ഇപ്പം കേരളത്തിൽ തന്നെ എന്താന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പം അതിൽ തന്നെ അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റഡ് ആണ് ആൻഡ് ഷീസ് ആക്സെപ്റ്റിങ്. അതിന് അത്രയും ഒരു ഓപ്പൺ മൈൻഡുള്ള ഒരാൾക്കേ അത് പറ്റുള്ളൂ. അപ്പം ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു ലൈക്ക് ആ ലെറ്റർ വായിച്ചപ്പം. ലൈക്ക് ഷീസ് എൻ ഇൻസ്പിറേഷൻ ടു അതർ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ തന്നെ എനിക്ക് മെസ്സേജസ് ഇൻസ്റ്റയിൽ വരാറുണ്ട് ഇങ്ങനെ ലൈക്ക് ഐ എം റിയലി പ്രൗഡ് ഓഫ് യുവർ മദർ എന്ന് പറഞ്ഞിട്ടാണ് കൂടുതൽ വരാറുള്ളത്. ബിക്കോസ് ഒരു എക്സാമ്പിളാണ്. ഇപ്പം നാളെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കുട്ടിക്ക് അവരുടെ അമ്മയുടെ അടുത്ത് പറയാൻ ലൈക്ക് സീ ഹൗ ഷീസ് ആക്സെപ്റ്റിംഗ് ഹെർ ചൈൽഡ്. അപ്പം അതുപോലെ ഒരു എക്സാമ്പിൾ ആവാൻ പറ്റി ആൻഡ് ഐ എം റിയലി പ്രൗഡ്. കാരണം ഇപ്പം എല്ലാം അടിപൊളിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഒരു കാര്യം ചെയ്യാത്തൊരു കാര്യത്തിന് അഗൈൻസ്റ്റ് ആവുമ്പോൾ ഭയങ്കര ബാഡ് അടിക്കും. അതെ, ഐ എം വെരി ലക്കി ബിക്കോസ് മൈ ഫാമിലി ഈസ് എഡ്യൂക്കേറ്റഡ്. അതാണ് എനിക്ക് ഇതിൽ മെയിനായിട്ട് ആൾക്കാരോട് പറയാനുള്ള, ഗെറ്റ് എഡ്യൂക്കേറ്റഡ് അബൌട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. മൊത്തത്തിൽ ഒരു എഡ്യൂക്കേറ്റഡ് ആയാൽ തന്നെ പകുതിയും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പൺ മൈൻഡ് അതായിരിക്കും. ഇപ്പം എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണെങ്കിലും ഭയങ്കര ആക്സെപ്റ്റിംഗ് ആണ്. ഇപ്പം എല്ലാം എന്തുകൊണ്ടറിയില്ല, ദൈവത്തിന്റെ ഇതുകൊണ്ട് എല്ലാം നന്നായി പോണു. പ്രചോദനമാണ്. ബിഗ് ബോസിലെ ഒരു ഇൻസിഡന്റ് ആണ് എല്ലാരും ചോദിക്കുന്നത് തന്നെയാ, അന്ന് നിലവിളിച്ചതും ഭയങ്കരമായിട്ട് ശപിച്ചതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അത് പറയുമ്പോൾ സോ അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ലൈക്ക് അത് കഴിഞ്ഞിട്ടാണല്ലോ ഔട്ടാകുന്നതും കാര്യങ്ങളൊക്കെ? എനിക്ക് റിഗ്രഷൻ ഒന്നുമില്ല. കാരണം എൻ്റെ മനസ്സിലെന്താത്തോടെ ഞാൻ പറയും. കാരണം എനിക്ക് ഫസ്റ്റ് തിങ്ക് ഇഫ് നോബഡി ഈസ് കമ്മിങ് ആൻഡ് ഹിറ്റിംഗ് മീ, ഐൻസ്റ്റൈൻ്റെ ഒരു ഇതുണ്ടല്ലേ, ഓൾ ആക്ഷൻ ഹാസ് ദാറ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സോ എനിക്ക് തന്നെ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ, അത്രേ ഉള്ളൂ. പിന്നെ അതിന് വേണ്ടി റിഗ്രറ്റ് ചെയ്യുന്നത് എന്താ? എത്ര നല്ലവന്നെ ആൾക്കാർ അവിടെ ഇരിക്കുന്നില്ല, കുറഞ്ഞു പോയി എന്നുള്ള തരാൻ പറ്റില്ലതാണ് എൻ്റെ വിഷമം. സത്യം. കാരണം എത്ര നല്ല, എത്ര എക്ദം ഭയങ്കര ശുദ്ധനായിട്ട് ആ വീട്ടിൽ ആരും ഉണ്ടായിട്ടില്ല. എല്ലാവരുടെയും വൈരത്തെ ജാതകം എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പറഞ്ഞിട്ട് എനിക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാവരുടെയും ജാതകം ജാനുവിന്റെ കയ്യിലുണ്ട്. പിന്നെ പറഞ്ഞ അവിടെ പോയിട്ട് ഞാൻ സിഗരറ്റ് വലിക്കില്ല. എല്ലാവരും ആ വീട്ടിലെല്ലാവരും ഒരു 14 ആൾക്കാർ സിഗരറ്റ് വലിക്കും, വെള്ളം കുടിക്കും, എന്തൊക്കെ നാട്ടകം. എന്താ പറയുന്നത്, ഇപ്പൊ പേരെ പറഞ്ഞില്ല, എനിക്ക് പേടിയൊന്നും എക്ദം അവിടെ പോയിട്ട് ഇരിക്കുന്നത്. എനിക്ക് സ്മോക്ക് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല പറഞ്ഞിട്ട് ഭയങ്കര നല്ല ഫ്രണ്ടാണ് എൻ്റെ. പക്ഷേ
എനിക്ക് ഫസ്റ്റ് മനസ്സിലായില്ല. പക്ഷെ പോണ മുന്നേ എല്ലാവരും ആരാണ് സീക്രറ്റ് വിളിക്കുന്നത് എല്ലാവരുടെയും ലിസ്റ്റ് വായിച്ചിട്ട് അവിടെ എന്താ നടക്കുക എനിക്ക് വാ മോനെ വള്ളിക്ക്. സോ ഞാൻ പറഞ്ഞ ടൈമിൽ സത്യം പറഞ്ഞതിൽ എനിക്ക് ഞാൻ ആൾക്കാർക്ക് നോർമലി ദ്രോഹിക്കില്ല, ഞാൻ ആൾക്കാർക്ക് ചീത്ത പറയില്ല, ആൾക്കാരുടെ കൂടെ ഫൈറ്റിംഗ് ചെയ്യില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് 100 തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 250 ഞാൻ കൊടുക്കും. അത് ഞാൻ ഉറപ്പായിട്ട് പറയാം. അതിൻ്റെ പേര് റിഗ്രറ്റ് എന്താ ആവുന്നതെന്ന്. കുറേ ഫേക്ക് സൈഡ് കാണിക്കുന്നുണ്ടാവില്ലേ? അപ്പൊ എനിക്കത് പറഞ്ഞപ്പോഴാണ് അഭിഷേക് ചോദിക്കാനുള്ളത്. ഞാൻ ഷോക്ക്ഡായി. ജാനു എനിക്ക് പറഞ്ഞപ്പോ ആരെ കുറിച്ചാ പറയണെന്ന് മനസ്സിലായി. ആ പേര് പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. ജാനു രണ്ടും കൽപ്പിച്ചിട്ടാ. അപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല, ഉള്ള കാര്യം പറയുന്നത് പിന്നെ എന്താ ഹൈഡ് ചെയ്യുന്നത്. പറഞ്ഞത് സത്യമാണ്, അത് ഞാനും കണ്ടിട്ടുള്ള. അപ്പൊ ഈ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞായിരുന്നല്ലോ, ഈ ഒരു ഫേക്ക് സൈഡ്. കാരണം ക്യാമറാസ് ഉണ്ടല്ലോ ചുറ്റും. എത്രയൊക്കെ നമ്മള് കുറെ നാൾ നിൽക്കുമ്പോൾ പുറത്ത് കാണിക്കുന്ന പറഞ്ഞാൽ ഒരു തോട്ട് കാണും, ക്യാമറ ഉണ്ട്, നമ്മൾ ഇന്ന കാര്യങ്ങൾ കാണിക്കാവും, ഇന്ന കാര്യങ്ങൾ ബിഹേവ് ചെയ്യാവും. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയിലാണ് ബിലോങ് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവിടെയുള്ള മിക്ക ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിക്ക് തന്നെയാണ് നിലകൊണ്ടത്. പക്ഷെ അത് അങ്ങനെ തന്നെയാണോ, അതോ ഈ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന പോലെ മുൻഗണനാ ചിന്താഗതികൾ പറഞ്ഞ് നടന്നിട്ട് ജസ്റ്റ് ഫേക്കിംഗ് ഇറ്റ് എല്ലാവരും ഒബ്വിയസ്ലി. ഇപ്പം അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ജാനുവിന്റെ ഫ്രണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട് ജാനും മാത്രമായി ഇപ്പോഴും ഇരിക്കുന്നത്. ബിക്കോസ് അതിന്റെ അകത്ത് നമുക്ക് കുറെ ഫ്രണ്ട്സിനെ പോലെ അഭിനയിക്കുന്നവരല്ലേ കുറെ പേരുണ്ടായിരുന്നു. കുറെ സ്നേഹം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് പുറകെ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യം നേരത്തെ മനസ്സിലായി. കുറേ സ്നേഹം. അയ്യോ ജാനു ഇല്ലെങ്കിൽ മരിച്ചു പോകും, ജാനുവിന്റെ ഇതാണ് അതാണ് എന്താ മൊട്ട് ഞാൻ പറയില്ല, അത് പച്ച തേരിയായി പോകും. എസ്പെഷ്യലി ആ ഷോന്റെ ഉള്ളിൽ നമ്മൾ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്താൽ പുറത്തുനിന്ന് ചിലപ്പോൾ ഒരു ആ ഒരു സെന്റിമെന്റ്സ് ഒരു സംഗതി ഉണ്ടല്ലോ, അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുഖത്ത് പറഞ്ഞ് വേറെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അവര് നല്ല ആൾക്കാരും ഉണ്ടോ ഇപ്പോൾ എല്ലാവരും പറയാൻ പറ്റില്ല. കാരണം എത്ര നല്ല സിജോ ഉണ്ടെങ്കിൽ സിജോ എൻ്റെ കൂടെ ഭയങ്കര നല്ല, ഇപ്പോൾ നല്ല ക്ലോസ് ആണ്, എനിക്ക് ഒരു പ്രശ്നമില്ലാത്ത. പിന്നെ അങ്ങനെ അപ്സര അല്ലേ, അപ്സര നിശാന ചേച്ചി, നിശാന ഉണ്ടോ, പിന്നെ ശരണ്യ, സോ ശ്രീരേഖ ചേച്ചി, യമുന ചേച്ചി, പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആണെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ എന്താ പറയുന്നത് സിജോയുടെ കൂടെ നമ്മൾ ഒരു 3 വീക്സ് ഞാനുണ്ട്, സിജോ ഉണ്ട്. പിന്നെ എന്നിട്ട് വേറെ ആൾക്കാർ, പിന്നെ മുടിയുന്ന അൻസിബാവോ, നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ. സോ വി ഹാവ് ദാറ്റ് ഗുഡ് റിലേഷൻ. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കുറേ ആൾക്കാർ ഉണ്ടോ ഭയങ്കര ഫേക്കാണ്. നമുക്ക് എന്താ പറയുന്നത് ഭയങ്കര സ്നേഹം കാണിക്കും, പക്ഷെ പുറത്തൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു വിവാദമേ ഉണ്ടാവില്ല. ഈ ഒരു ആൾക്കാരുടെ ഫേക്ക് സൈഡ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണോ മനസ്സിലായത് അവരുടെ ക്യാരക്ടറിലുള്ള ചേഞ്ച്? എനിക്ക് മനസ്സിലായത് ഞാൻ ഉള്ളിൽ നിൽക്കുമ്പം ഭയങ്കര നമ്മുടെ മുന്നിൽ കാണിച്ച ആൾക്കാർ പുറത്തിറങ്ങിയിട്ട് എപ്പിസോഡ് ഞാൻ മൊത്തമായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ചില സീൻസ് എനിക്ക് അമ്മയൊക്കെ എടുത്തു വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇവരെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഫോണിൽ എടുത്തു വെച്ച് തന്നതിൽ കുറച്ച് വീഡിയോസിൽ കണ്ടപ്പോൾ അമ്മ ലൈക്ക് 24 hours പ്രോഗ്രാം കാണും. ഞാൻ ഉറങ്ങിയാലേ അമ്മ ഉറങ്ങുള്ളൂ, അതുവരെ അമ്മ ലൈവ് കാണും. എന്നിട്ട് അത് നമ്മ എടുത്ത് വെച്ച് ഒരു പെൺകൊച്ച്, ഞാൻ ആരാന്ന് പറയണില്ല, ഇവന് മുരുക്കുമ്മല് ചെന്ന് കയറി കൂടെ എന്ന് ചോദിച്ചത് വരെ ഇവനെ തള്ളിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. പക്ഷെ എൻ്റെ മുന്നിൽ വന്നിട്ട് ചിരിച്ച് കാണും. പിന്നെ ഒരാൾ ഇവൻ എന്തിനാ എൻ്റെ ടീമിലായ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാനത് കഴിഞ്ഞിട്ട് കണ്ടപ്പം ഏകദേശം എനിക്ക് രൂപം മനസ്സിലായി എന്താണ്. ഐ ഡോണ്ട് കെയർ എനിത്തിങ്. ബിക്കോസ് എന്തിനാ ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ എൻ്റെ ലൈഫിൽ മുന്നേയും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, ഇപ്പോഴും ഇമ്പോർട്ടൻസ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അതിലെ കുറച്ച് ടീം ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാനും എൻ്റെ ഏജിലുള്ള ആ ടീം പിള്ളേരൊക്കെ ഒരു ഗ്രൂപ്പിലാണ്, പക്ഷെ ഐ എം നോട്ട് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. ഞാനിപ്പോഴും വിചാരിച്ചിട്ടുള്ള കാര്യമാണ്, ഈ വരുന്ന യങ്ങർ ജനറേഷൻ കുറച്ചുകൂടി തോട്ട്ഫുൾ ആയിരിക്കും, എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, പക്ഷെ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര ഞെട്ടലാണ്. നമ്മുടെ പാരന്റ്സിനെക്കാട്ടിലും ബാക്കിലോട്ടാണ് സത്യം. അത് ഫീൽ ചെയ്യും. അത് നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് ദ എഡ്യൂക്കേഷൻ ഓർ ടൈം, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ബേസിക് മാനേഴ്സ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഫ്രം ദ ഹൗസ്. ഫസ്റ്റ് തിങ്. കാരണം എൻ്റെ എന്താ പറയുക അഭിഷേകിൻ്റെ ഒരു വീഡിയോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ താഴെ പറഞ്ഞിട്ട് എനിക്ക് 10,000 തേരി. എനിക്ക് എൻ്റെ മനസ്സിലെ ഒരു കാര്യം, കണ്ണൂരിൽ ഇരിക്കുന്ന ഒരു കണ്ണൻ ചേട്ടനിക്ക് എനിക്ക് അറിയത്തില്ല. കണ്ണൂരിലിരിക്കുന്ന കണ്ണൻ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞ എനിക്ക് അയാൾ അറിയത്തില്ല. വീട്ടിലിരുന്നിട്ട് എൻ്റെ വേണ്ടി എന്തൊക്കെ പറഞ്ഞാൽ ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ്. ഫസ്റ്റ് തിങ്, because I think they are bullshit, they don't have any work, and
ദൈവം സത്യം ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ് ഇപ്പോൾ ആൾക്കാർ ഇരിക്കുന്നല്ലേ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഭയങ്കര ഒരു ലാഭമൊന്നും ഇല്ല 14 മണിക്കൂർ ഇങ്ങനെ ഫോണിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് സ്വന്തം എല്ലാം അറിയാം വിചാരിക്കുന്ന പോലെ ഞാൻ ഒരിക്കലും ഞാൻ വേറെ ആൾക്കാർക്ക് പറയും സോ അതിന് പറഞ്ഞ് ദിസ് ഈസ് നോട്ട് അബൌട്ട് ദ സ്കൂൾ എഡ്യൂക്കേഷൻ ഇറ്റ്സ് അബൌട്ട് ദ ബേസിക് മാനേഴ്സ് ആൻഡ് ഫാമിലി മാനേഴ്സ് വാട്ട് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഫ്രം ദെയർ ഫാമിലി. ഈ ടീനേജ് ഒരു 10th 11th ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഇങ്ങനെ ഒരു വന്ന് കമന്റ് ഇട്ടു. അപ്പൊ അതിൽ കുറെ അവരുടെ പിള്ളേരെ വന്ന് ലൈക്ക് ചെയ്യുമ്പോൾ എന്തോ ഞാൻ ഇവരെ തെറി വിളിച്ചെന്ന്, ഞാനാണ് ക്ലാസ്സിലെ ഹീറോ, അങ്ങനെ ഒരു ചമയാനല്ല. കൂടുതലും ഈ 10th സ്റ്റാൻഡേർഡ് ആ ഒരു പഠിക്കുന്ന പിള്ളേർ വളരെ മോശം രീതിയിലാണ് വന്ന് കമന്റ്സ് ഇടുന്നത്. ഇപ്പൊ റിയാസ് പറഞ്ഞിരുന്നു ഇപ്പം ഈ വയസ്സുള്ള പിള്ളേർ എന്തോ തെണ്ടി പിള്ളേരായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞതിന് ഭയങ്കര ട്രോളായി. പക്ഷെ അന്ന് എനിക്ക് അത് പറഞ്ഞപ്പോൾ ഒരു ജനറലൈസ് ചെയ്ത് പറയുന്നത് ഇസ് റോങ്, ബട്ട് സ്റ്റിൽ ആ ഒരു ഏജിലുള്ള പിള്ളേരാണ് നമ്മളെ പറയുന്ന ടൈമിൽ ആൾക്കാർ പറയും അങ്ങനെ പറയാൻ പറ്റില്ല ഇങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞ തേരി പറഞ്ഞു ഇങ്ങനെ പോലെ ആൾക്കാർ വന്നിട്ട് അങ്ങനെ പോലെ ജോലി ചെയ്ത് അതാ കുഴപ്പമൊന്നുമില്ല. ആ എങ്ങനെ പോലെ ഒരു കമന്റിന്റെ ബാക്കിൽ പോയിട്ട് ഇത് എന്താ പ്രൊഫൈലിൽ പോയിട്ട് ആ പ്രൊഫൈലെല്ലാം നോക്കുക ഒരു പോസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ തമാശ എന്നറിയോ, അവര് വന്ന് തെറി പറയും, തിരിച്ച് തെറി പറഞ്ഞ അവർക്ക് അത് എടുക്കാൻ പറ്റില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പയ്യൻ എനിക്ക് വന്ന് തെറി ഇട്ടപ്പോൾ ഞാൻ തിരിച്ച് നല്ല പച്ചത്തെറി തിരിച്ചു പറഞ്ഞു. അപ്പൊ അവൻ അടുത്ത കമന്റാ ഒരു മൈനറായ എന്നെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാനിത് വലിയ പ്രശ്നമാക്കും. അപ്പൊ ഈ മൈനറിന് ഇങ്ങോട്ട് വന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നതിനൊന്നും ഒരു പ്രശ്നം. മൈനർ ഉണ്ടെങ്കിൽ ആ മൈനറിറ്റി വീട്ടിൽ വെക്കുന്ന മതി. അത്രേ ഉള്ളൂ. മൈനർ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എത്ര ഈ കൊച്ചിയിൽ ജീവിക്കുന്ന ഞാൻ 15 വർഷമായി. 15 വർഷത്തിൽ ഞാൻ അത്ര കണ്ട രാത്രി 10 മണിക്ക് കഴിഞ്ഞ ഈ ചെറിയ ചെറിയ കുട്ടികൾ പഠിക്കുന്ന വേണ്ടി ഹോസ്റ്റലിൽ താമസിക്കുന്ന വേണ്ടി വന്ന ആൾക്കാർ മരീൻ ഡ്രൈവിൽ ഓടി നടക്കണം മൊത്തം രാത്രി. എന്തൊക്കെ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഡ്രിങ്ക്സ് കുടിക്കുന്ന ആ ദിവസം ഒരു 14-15 ഇയേഴ്സ് ഓൾഡ് ഗൈ സിഗരറ്റ് ഇങ്ങനെ മുഖത്തിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ സെൽഫി എടുക്കണം. ഞാൻ അവിടെ പോയിക്കോട്ടെ അടിച്ച് ഞാൻ ശരിയാക്കാൻ പറ്റും. ഹീസ് ലൈക്ക് ബോധം കിട്ട് നോട്ട് ഇൻ സെൻസ്. സോ നമുക്ക് മൈനറിറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. മൈനറിറ്റി ബിഹേവ് ചെയ്യുന്ന മൈനറിറ്റിയെ പോലെ ബിഹേവ് ചെയ്യണം. എല്ലാരെയും പറയുന്നില്ല കേട്ടോ, നല്ല പിള്ളേരുണ്ട്. എസ്പെഷ്യലി നമ്മൾ പുറത്ത് മോളിലും ഒക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുന്നത് പിള്ളേരാണ്, ഈ ഒരു ഏജിലുള്ള പിള്ളേരുമാണ്. ഇപ്പൊ രണ്ട് categories. No, but there is like very younger, no, like 5-6 years old, that innocent kids are, no. Yeah. So they are trapped in sigma എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കാണിച്ച we become the sigma സംഗതി എന്നുള്ള ഒരു. So they are becoming like I think this generation will be changed, but now whatever generation is there now, like teenager generation, the 90% like really what they think we also don't know because of the social media mainly. ഒരു വലിയ കോസാണ്. പിന്നെ അതിൽ കേസും പരിപാടികളൊന്നും ഇല്ലല്ലോ, ആർക്കും എന്തും പറയാം, എന്തും ചെയ്യാം. ഒരാള് ആത്മഹത്യ ചെയ്തു ഒരുപാട് സൈബർ ബുള്ളിങ് കാരണം. ഒരു പ്രാൻഷു എന്നുള്ള ഒരു കുട്ടി അങ്ങനെ സൈബർ ബുള്ളിങ് ആയിട്ട് ആത്മഹത്യ ചെയ്ത അങ്ങനെ കുറെ കേസസ് ഉണ്ട്. എന്താ നമ്മളിതിനെ ഇപ്പം അതിനെക്കുറിച്ച് തിരിച്ച് പറഞ്ഞാൽ അപ്പം നമ്മുടെ സിഗ്മ ചേട്ടന്മാരിറങ്ങുമല്ലോ നമ്മളെ ഇതാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അതൊന്നും കയറില്ല. എന്നെ തെറി വിളിച്ചു ഞാൻ ഉറപ്പായിട്ടും ഞാൻ തിരിച്ച് പറഞ്ഞിരിക്കും. അതിനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. എൻ്റെ അതൊരു വെച്ചതാ. എൻ്റെ അമ്മയും അച്ഛനും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ തന്തയ്ക്കും തള്ളയ്ക്കും തെറി വിളിക്കണം, നീ തിരിച്ച് വിളിച്ചു. ആ പെർമിഷൻ എനിക്ക് എൻ്റെ പാരൻസിനെ നിന്നിട്ട് എനിക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആ ആൾക്ക് നാക്കുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടോ? നമുക്ക് സഭി മാത്രം ദൈവം തന്നിട്ടില്ലല്ലോ, നാക്ക് കൊടുത്തല്ലേ. പിന്നെ പറഞ്ഞില്ല എന്താ കുഴപ്പം. അഭിഷേകിന്റെ കാര്യത്തിൽ ഞാൻ ഏത് കോമന്റ്സ് എടുത്ത് നോക്കിയാലും പോസിറ്റീവ് സൈഡ് കാണുന്ന ഒരു സംഭവം അഭിഷേക് ഭയങ്കര ജെനുവിൻ ആണെന്ന ഒരു സാധനമാണ്. ബിഗ് ബോസിലായിരുന്നപ്പോഴായാലും പുറത്താകുമ്പോഴായാലും വേറെ ഒരു ഫേക്ക് സൈഡ് വെച്ച് പറ്റിക്കുക എന്നൊരു സംഭവമില്ല. അതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാർക്ക് ഇത്രയും ഒരു ഇഷ്ടം. ഈ ഒരു ജെനുവിനിറ്റി എപ്പോഴും കോൺഷ്യസ് എഫേർട്ട് ഇട്ട് യു ബീങ് ലൈക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ ജീവിക്കണം, അങ്ങനെ എഫേർട്ട് ഇട്ട് യു ബീങ് ദാറ്റ് പേഴ്സൺ. അങ്ങനെയല്ല, ഞാനിപ്പം കോളേജിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനെ അറിയാം. ലൈക്ക് എന്തുണ്ടെങ്കിലും ഞാൻ മുഖത്ത് പറയും. ഇപ്പോൾ എനിക്ക് ചില ചെറിയ കാര്യങ്ങൾ മതി കേട്ടോ. ഇപ്പോൾ ഒരു 2 പേര് എന്നെ വിളിക്കാണ്ട് പോയി പപ്സ് കഴിച്ചാൽ തന്നെ എനിക്ക് ഇതാവും, ഞാനത് പറയും. അപ്പം പിള്ളേർ ഈ പ്രോഗ്രാം കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് നീ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അതിനകത്ത് നിന്നേ. അപ്പം പക്ഷേ മേ ബി ഞാൻ കുറച്ച് നാടകമായിട്ട് രാവിലെ എണീറ്റ് എല്ലാ ക്യാമറാസിലും പോയിട്ട് കരച്ചിലും പിഴിച്ചിലും പ്രണയ നാടകമൊക്കെ ഇറങ്ങിയെങ്കിൽ മേ ബി 100 days നിന്നേനെ. 3 weeks കഴിഞ്ഞോടെ പുറത്തു പോകണമെങ്കിൽ കുറച്ച് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണമായിരുന്നു. അത് ഒബ്വിയസ്ലി അങ്ങനെ ചെയ്തെങ്കിൽ നിന്നേനെ. പക്ഷേ അത് പിന്നെ തോന്നിയോ ഞാൻ അങ്ങനെ നിൽക്കണമായിരുന്നു തോന്നി. പിന്നെ എനിക്ക് തോന്നിയത് ലൈക്ക്
അതിൻ്റെ അകത്ത് വന്നപ്പോൾ ഐ വാസ് നൈസ് ടു എവറിബഡി. ലൈക്ക് എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും പോയി ടാർഗറ്റ് ചെയ്യാനായിരുന്നില്ല. ഞാൻ യൂഷ്വലി എല്ലാവരോടും നൈസായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ അവിടെ നിന്നപ്പോൾ എല്ലാവരോടും ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് നൈസായി നിൽക്കാമെന്ന് വിചാരിച്ച് നിന്നു. ഒരു ലാസ്റ്റ് ഒരു 2 weeks ഒക്കെ കഴിഞ്ഞപ്പോഴാണ് തീരെ സഹിക്കാൻ പറ്റാതായപ്പോഴാണ് പൊട്ടിത്തെറിച്ച് തുടങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിക്കും ബാക്കി എല്ലാവരും അങ്ങനെയല്ല, വെറുതെ അനാവശ്യമായിട്ട് ഓവറായിട്ട് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി പ്രഷർ നിർത്തിയാണ്. ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പി. എല്ലാവരും ജെനുവൻ ആണെന്ന് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ യു ആർ എ നൈസ് പേഴ്സൺ എന്ന് പറയുന്നുണ്ടല്ലോ. എല്ലാ കമന്റ്സ് എടുക്കുമ്പോൾ എന്ത് താഴെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അഭിഷേക് യു ആർ നോൺ ഫോർ യുവർ ജെനുവിനിറ്റി. അല്ലെങ്കിൽ അതല്ലേ ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഒരു ഫേക്ക് ഡ്രാമ കളിച്ച 100 days മേ ബി ഒരു 10-20 ലക്ഷം രൂപ കിട്ടുന്നതിനെക്കാട്ടും ഐ തിങ്ക് ഒബ്വിയസ്ലി അതെ. ജാൻമണി പറയൂ, പുതിയ സംരംഭം എന്തോ പുതിയ സംഭവം സംതിങ് ന്യൂ യു ഹാവ് സ്റ്റാർട്ടഡ് യുവർ മേക്കപ്പ് ക്ലാസ്. ഓക്കെ. നോ, എനിക്ക് പുതിയൊരു ബിഗ് ബോസിൽ പോകുന്ന മുന്നേ എൻ്റെ ഒരു അക്കാഡമി ഉണ്ട്. സോ അക്കാഡമി പിന്നെ ഞാൻ സ്കൂളിൽ ബിഗ് ബോസിൽ പോകുന്ന ടൈമിൽ ക്ലോസ് ആക്കി പോയി. ഇപ്പോൾ തിരിച്ച് ഓപ്പൺ ആയി. സോ അതിനൊരു മേക്കപ്പിൻ്റെ ഹെയറുടെ ഒക്കെ ക്ലാസ് മാത്രം ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. ലൈക്ക് 1 batch കഴിഞ്ഞ് ഇപ്പോൾ 2ാമത്തെ batch കഴിയാറായി. സോ അങ്ങനെയാണ് മേക്കപ്പിൻ്റെ പിന്നെ ബ്രൈഡൽ മേക്കപ്പ്സ്. പിന്നെ ആൾക്കാർക്ക് ഒരു വലിയ തെറ്റുണ്ടോ, ഇപ്പോൾ ജാൻമണി കുറേ സർച്ച് ചെയ്യുന്നത്. നോ ചാർജ് നമുക്ക് ആ ഡിമാൻഡ് വന്നു കഴിയുമ്പോൾ അല്ല, സെറ്റപ്പ് അല്ല. അതാണ് ഒരു ബിഗ്ഗസ്റ്റ് ലൈക്ക് മിസ്കോൺസെപ്റ്റ് പീപ്പിൾ ഹാവ്. പീപ്പിൾ തിങ്ക് ഐ ചാർജ് മോർ ദൻ എനിത്തിങ്. സോ അങ്ങനെയാണ് എനിക്ക് അതെന്നാണ് എനിക്ക് ഇത്രയും വലിയ പ്രശ്നമായിട്ട് തുടങ്ങി. പിന്നെ ഇപ്പോൾ പതുക്കെ ബട്ട് നോ, how much we need, I think that is genuinely we should charge for like everything, no? So my charge is like before how I charge like that only. So bridal work also like going smoothly. So now I just want to let you know. Before Big Boss and after Big Boss charge same തന്നെയാണ്. Same തന്നെ. So people are making, I'm charging lakhs and lakhs. അത് നമ്മളൊരു ബ്രാൻഡ് ആൾക്കാർ കൂടുതൽ അറിഞ്ഞു കഴിയുമ്പോഴത്തേലും ഒബ്വിയസ്ലി നമ്മുടെ ബ്രാൻഡ് വാല്യൂ കൂടും. അപ്പോൾ അതനുസരിച്ച് സാധാരണ ആൾക്കാർ കൂടും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ So നോർമൽ പീപ്പിൾ അത് വിചാരിച്ചിട്ട് ഭയങ്കര ചാർജ് വെച്ചിട്ട് ചിലപ്പോൾ വിളിക്കത്തില്ല. ബിക്കോസ് ബിഗ് ബോസിലെ പോണ മുന്നേ എനിക്ക് നല്ല വർക്ക് ഉണ്ട്. ഇപ്പൊ തിരിച്ച് വന്ന കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് പേടി. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു, എല്ലാവരും ചെന്ന് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാം. അഭിഷേകിന്റെ എന്താ പുതിയ വിശേഷങ്ങൾ എന്തുണ്ടല്ലോ? പുതിയ വിശേഷം, നമ്മുടെ ഫാഷൻ കമ്പനി ഇപ്പോൾ ജാൻമുനിയുടെ ഫുൾ നമ്മൾ ഒരുമിച്ച് മേക്കപ്പും എല്ലാം കൂടി ഒരു വർക്ക്ഷോപ്പും വരുന്നുണ്ട്. അപ്പോൾ മോഡലിങ്ങിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. ബേസിക്കലി നമ്മൾ ട്രെയിനേഴ്സിനെ വെച്ച് നല്ല ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഏറ്റവും നല്ല ട്രെയിനേഴ്സിനെ ഹയർ ചെയ്തിട്ട് നമ്മൾ പിള്ളേർക്ക് വർക്ക്ഷോപ്സ് കൊടുക്കും. അങ്ങനെ അപ്പം ഇതൊരു പാഷനായി തുടങ്ങിയത് മോഡലിംഗ് പണ്ട് മുതലേ പാഷനുണ്ട്. പക്ഷേ എല്ലാം ഒരു പാഷനുണ്ട്. അപ്പം ഇപ്പം വിചാരിച്ച് ഇപ്പം റൈറ്റ് ടൈം അല്ലേ, നമുക്ക് ആ ഒരു ചെറിയൊരു ഫെയിം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം. അപ്പം നമ്മൾ അവിടെ ട്രെയിനേഴ്സിനെ ആണെങ്കിലും നല്ല ട്രെയിനേഴ്സിനെ ഹയർ ചെയ്ത് അങ്ങനെ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളൊരു ചെറിയൊരു വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും നമ്മൾ നല്ല രീതിയിൽ എല്ലാം നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് മേക്കപ്പ് പ്ലസ് ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. മേക്കപ്പ്, മോഡലിംഗ്, ആക്ടിങ് ഒക്കെ. അപ്പം നമ്മളല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്, നമ്മൾ അതിന്റെ പിന്നിൽ നിന്ന് നല്ല ട്രെയിനേഴ്സിനെ വെച്ച് നല്ല രീതിയിൽ അവർക്ക് എക്സ്പോഷർ people are not getting opportunity because there's a many wrong places they are showing that the different നമുക്ക് ഒരു പറയാൻ പറ്റില്ലാത്ത കുറേ കാര്യങ്ങളുമുണ്ട്. കാരണം പറയാൻ പറ്റില്ലാത്ത നല്ലൊരു ബാലൻസ് കുറേ വഴി തെറ്റി പോയി. പിന്നെ ലാസ്റ്റ് കയ്യിലേക്ക് പൈസ പോയി കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അതിനാണ് നമ്മൾ വിചാരിച്ച് നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ, നമുക്ക് ട്രൈ ചെയ്യാം, നമുക്ക് സപ്പോർട്ട് ചെയ്യാം. സോ ഓക്കെ, വിൽ ഗിവ് എ ഗുഡ് ട്രെയിനിങ്, the correct road will show them. So at least if they have a talent, so they'll get the opportunity. So that's it. എനിക്ക് വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇളകി നിൽക്കുന്ന ഒരു വാർത്തയാണ്, നിങ്ങൾ രണ്ടുപേരും വിവാഹിതരാകാൻ പോകുന്നത് പറഞ്ഞു. പക്ഷെ എനിക്ക് വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ ചെറുതായിട്ട് അതൊരു ഡൗട്ട്, നിങ്ങൾ ചുമ്മാ ഇട്ട് കൊടുക്കുന്നതാണോ? അത് കാരണം നല്ല റീച്ചും കാര്യങ്ങളും പോയായിരുന്നു. അതൊക്കെ ഇപ്പൊ നമ്മള് പഴമില്ല, പഴം പറ്റില്ല, എനിക്ക് ഒഴുക്കിൽ പഴം പറ്റില്ല അല്ലേ അഭിഷേക്? 80% is the public, so 20% also our private. So let it be private. അല്ലേ? അതെ അതെ അതെ. അഭിഷേക് വേറെ ഇന്റർവ്യൂല് പറയുന്നത് കേട്ടല്ലേ? ഞാൻ അത് കേൾക്കാൻ അതൊക്കെ നോക്കി മനസ്സിലായി. എനിക്ക് മൊത്തം കൺഫ്യൂഷനായി സംഭവം. ഇത് വൈറലായി കഴിഞ്ഞപ്പോ ഞാൻ കപ്പിൾ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നോക്കിയത്. കപ്പിൾ ഇന്റർവ്യൂ കണ്ടപ്പോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല, ചുമ്മയാന്ന് പറഞ്ഞു. അതാ ഞാനത് അങ്ങനെ ചോദിച്ചത്. Something
So there is like a 20% of private life, not it's like 80% we are giving to the public. അതെ. अभी ये दवा वापस अभी और खुलासा क्यों? അപ്പൊ നമുക്ക് പുറത്ത് കുറച്ച് മഴയും അതുപോലെ സമയമൊക്കെ ഒന്ന് വൈകിയത് കൊണ്ട് അകത്തോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓൾ സെറ്റ്. അപ്പൊ തുടങ്ങാം. അപ്പൊ എനിക്ക് അറിയാനുള്ള മറ്റൊരു കാര്യം, നമ്മളെല്ലാവർക്കും അവരവരുടെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് ലൈഫിൽ. അപ്പോൾ ജാൻമണിയോടാണ് നമുക്ക് നോക്കിയിരിക്കുകയാണോ എന്തെങ്കിലും ലൈക്ക് ഇറ്റ് ഹേർട്ടഡ് യു സോ മച്ച് എന്ന് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഒരുപാട് ഹേർട്ടായി, പക്ഷേ നൗ യു ഹാവ് ഗ്രോൺ സോ ബിഗ്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഇപ്പം തമാശയായിട്ട് തോന്നുമ്പോൾ പക്ഷെ അന്ന് ഒരുപാട് ഹേർട്ടായി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഉണ്ടോ? എസ്പെഷ്യലി ഒരു ട്രാൻസ്ജെൻഡർ ആ ഒരു കമ്മ്യൂണിറ്റി വരുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹാർഡില്ല കുറേ പ്രശ്നമുള്ള കാരണം നമുക്ക് കൊറോണ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും വലിയ ഒരു ലൈക്ക് സ്ട്രഗിൾ ചെയ്യുന്നത് കാരണം ഇറ്റ് ഈസ് നോട്ട് ഹാർട്ട് ആണ്, ഇറ്റ് ഈസ് കോൾ സ്ട്രഗിൾ ബിക്കോസ് കൊറോണ ടൈമിൽ ഫസ്റ്റ് കൊറോണ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രാൻഡ് ഞാൻ ലോഞ്ച് ചെയ്ത് കൊടുത്തത് എനിക്കറിയത്തില്ല, പിന്നെ കൊറോണ വരും. സോ ലോഞ്ചിങ് ചെയ്യുന്ന ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ ലോക്ക്ഡൗൺ വന്ന് ഞാൻ എന്താ പറയുന്നത് ഫെബ്രുവരി 24 ഓപ്പണിങ് ചെയ്ത് സംയുക്ത മെനു സി ഹാസ് ഓപ്പൺഡ് മൈ ബുട്ടീക്ക് നോട്ട് ബുട്ടീക്ക് ഇറ്റ്സ് എ ബ്രൈഡൽ സ്റ്റുഡിയോ പ്ലസ് ബുട്ടീക്ക് ആൻഡ് ലൈക്ക് പാർലർ എവറിത്തിങ് വാസ് ദെയർ. ഇറ്റ്സ് എ ബിഗ് ഹ്യൂജ് പ്രോജക്റ്റ്. സോ അതിൻ്റെ എനിക്ക് രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ടായി. സോ കൊറോണ കഴിഞ്ഞിട്ടാണ് എനിക്ക് നല്ല ബുദ്ധിമുട്ട് നല്ല പ്രഷേഴ്സ് വന്ന പാർട്ട്നർ സൈഡിൽ. പിന്നെ എൻ്റെ പാർട്ട്നേഴ്സ് ഉണ്ടായി. സോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടിയിട്ട് കാരണം ഏറ്റവും കൂടുതൽ എൻ്റെ പോയി. പക്ഷേ തിരിച്ച് ഞാൻ പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം, നിങ്ങളുടെ പൈസ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് കുറച്ച് ടൈം വേണം, കാരണം നമുക്ക് കൊറോണ കഴിഞ്ഞിട്ട് അതിൻ്റെ റിക്കവർ ആവാൻ വേണ്ടി നമ്മൾ മൊത്തം വീടിന് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സ്റ്റാൻഡ് അപ്പ് പൊസിഷനിൽ നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൈം വേണം. അതിൻ്റെ കൂടെ നമുക്ക് കുറേ സ്ട്രഗിൾ ഉണ്ടോ, കാരണം ഒരു കൊറോണ കഴിഞ്ഞിട്ട് നമുക്ക് ലൈഫ് ഇറ്റ്സ് ചേഞ്ച്. ഈ വർഷമാണ് എനിക്ക് കുറച്ച് ഒരു നല്ല രീതിയിലേക്ക് പോയിട്ട് ഇരിക്കുന്നത് ഈ വർഷം. അത് ബിഗ് ബോസിൻ്റെ കാര്യം വന്നിട്ട് പിന്നെ പാർട്ട്ണർഷിപ്പ് പിന്നെ ദേ ആർ മൈ ഫ്രണ്ട്സ് ഓൾസോ. സോ അതിനാണ് എൻ്റെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. സോ ദെൻ ഇറ്റ്സ് ബിക്കെയിം ലൈക്ക് ലീഗൽ ഇഷ്യൂസ്. സോ ദേ ഹാഡ് ഫൈൽ ഇറ്റ് ഡിഡിൻ ഗോൺ ത്രൂ ലൈക്ക് സിവിൽ procedure. They had made it like a criminal case and all. ഫ്രണ്ട്സിനെ വെച്ച് ഡിസ്കസ് ചെയ്തിട്ട് എപ്പോഴും പറയും, കാരണം എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ ഫ്രണ്ട്ഷിപ്പും കൂടെ പോകും. അതുപോലെ സോ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഉണ്ടാവും. അത് എൻ്റെ വിശ്വാസമാണ്, എൻ്റെ സ്നേഹമാണ്. ഇല്ല സോ അതിന് പറഞ്ഞ് എത്രയും സ്ട്രഗിൾ ചെയ്യുന്ന കാരണം അത് ഒരു കേസിൽ പോയി പിന്നെ എൻ്റെ ഹൈക്കോർട്ടിൽ ഇപ്പോൾ സെറ്റിൽമെൻറ്റ് എവറിത്തിങ് ഈസ് ഗോയിങ് ഓൺ. സോ എൻ്റെ എത്രയും ലൈഫിൽ എത്രയും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ടൈം ഇതാണ്. സോ ഞാൻ ഇപ്പോൾ കുറച്ചായി കയറി വഴി മീൻസ് I'm literally down with like mentally because suddenly something happened and when it's bad things happen to you, so you can see the people's original face. So there is not only that my partners or friends whatever we did the business, not only them, there's 100 people face I have seen there. So before I never know, like everyone showing Janu loves it. It's everywhere, but when you fall down, so everyone trying to hit you, like kick you off from that place. Like okay, ഒരു ആള് വീടിനെ കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഹോൾഡ് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് സ്റ്റാൻഡ് റൈറ്റ്, ബട്ട് so at that point you will see their face, like you will understand who is with you. So ആ ടൈമാണ് എൻ്റെ എത്രയും സ്ട്രഗിൾ ചെയ്യുന്നത്. കാരണം വന്നു കഴിഞ്ഞിട്ട് എനിക്ക് സെറ്റം പറഞ്ഞ ലൈഫിൽ ഓരോ സ്ട്രഗിളിൻ്റെ ഓരോ പ്രശ്നം വന്നിട്ടില്ല. ഞാൻ എത്രയും ഹാപ്പി ആയിട്ട് അതിൽ നിന്ന് ചിലപ്പോൾ എനിക്ക് ആൾക്കാർക്ക് ആ ക്രിറ്റിക്കൽ സൈഡ് ഓഫ് ലൈക്ക് സൊസൈറ്റി ഐ ഡസൻ നോ, ബട്ട് ഇപ്പോൾ എനിക്കറിയാം. സോ ദാറ്റ്സ് ടൈം ഐ വാസ് റിയലി ഹേർട്ട്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, രഞ്ജുമാരായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? We are sisters. So അത് ഫ്രണ്ട്സ് ഒരിക്കലും പറയാൻ പറ്റില്ല. We are sisters. അത്ര തന്നെ ബോണ്ടിങ്. സോ സിസ്റ്റേഴ്സിൽ അതിലേക്കല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവൻ അവിനാഷ് റൈറ്റ്, അവിനാഷ്, ശശാങ്ക്, ബ്രൻഡി. സോ we are like family, we are like a sisters. We don't have any kind of competition in between us.
So, and plus I don't have competition to because everyone my student only, so I'm always proud of them. And but that's what, you know, like one and only, like I did a mistake, and that is not also my mistake, that is like an international or a disaster. So but that point also many people have suffered, and I can understand like me how many people are there also there who is suffering till now. It is like near to 4 years, no, from 2020 to like 21, 3 years. Now we're going to be 4 years. Like in 4 years also we cannot recover. That means that much bad situation came. And at that point, like I don't think so. Like you will get a genuine friend. There is a very few people who is always be with you. Like me, I have a Shashank Avinas, and my best friend Babin is there. ഇപ്പൊ എന്റെ അഭിഷേക് എത്തണുണ്ടല്ലോ അല്ലേ നോക്കാം അല്ലേ ടൈം ഉണ്ടല്ലോ ജീവിക്കാൻ. പക്ഷെ എനിക്ക് കുറെ ഗോൾഡ് വേണം, അതൊക്കെ അത് തന്നൊക്കെ അത് സൈൻ ചെയ്യല്ലോ പേപ്പറിൽ. പക്ഷെ നല്ല സ്വീറ്റ്, ഹീസ് വെരി സ്വീറ്റ്. ആൻഡ് അഭിഷേക് എൻ്റെ ഫ്രണ്ട് മാത്രമല്ല, ഹീസ് മൈ ഫാമിലി മെമ്പർ. ആൻഡ് ഐ ഓൾവേസ് ആൻഡ് ഹീസ് വെരി ഇന്നോസെൻറ്റ്. But he knows me. He knows me. He knows my Sunu Munu. I have a 2 kid also. He knows very well. And then only Amband. So. അഭിഷേക് ഇതുപോലെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ ഭയങ്കര ഒരു ബോണ്ടിങ് ആയിരിക്കുമല്ലോ. നോറയായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അല്ല, ആ പേര് കേട്ടപ്പോ ഭയങ്കര ഒരു ബോണ്ട് ആയിരുന്നു. പിന്നീട് ഒരു കുറച്ച് സീൻസ് ആയിരുന്നു. സോ വാട്ട് ഈസ് ദ റിയൽ ഇഷ്യൂ? സീൻസ് ഒന്നുമില്ല, ലൈക്ക് അതിനകത്ത് കാണിച്ചിരുന്ന ഫേസ് അല്ല പുറത്ത് വന്നപ്പം. നോട്ട് ഓൺലി നോറ, കുറേ പേര് അങ്ങനെ തന്നെ. അപ്പം പക്ഷെ നോറയിലേക്ക് എൻ്റെ ഭയങ്കര ക്ലോസ് ആയിരുന്നു അതിനകത്ത്. കുറേ പുറത്ത് അങ്ങനെ വന്നത്തെ എപ്പിസോഡിൽ നിന്ന് പോയിട്ടില്ല, ബിക്കോസ് എന്നെ ഏഷ്യാനെറ്റ് കുറേ കാണിച്ചിട്ടില്ല. ബിക്കോസ് ഓഫ് മേ ബി അവർക്ക് എന്താ അവരുടെ വൈറലാവേണ്ട അതായിരിക്കും. സോ നോറ ഞാൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു. നോറ കുറേ കോംബോ ഉണ്ടാക്കാൻ അതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് നോറ ഡ്രസ്സ് ഒരു കളർ ഇട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പോയിട്ട് ചേഞ്ച് ചെയ്തിട്ട് അതേ കളർ ഇട്ട് വരാൻ പറയും. ആൻഡ് ഒരുമിച്ചിരിക്കാൻ പറയും. അപ്പം ആ സമയത്ത് എനിക്ക് നോറേൻ്റെ അടുത്ത് ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നു. ഈവൻ ദോ ഐ എം നോട്ട് അട്രാക്റ്റഡ് അങ്ങനെ അല്ലെങ്കിൽ പോലും ആ ഒരു ക്ലോസ് സ്പേസിൽ ഇങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് ഭയങ്കര നല്ല മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് ഐ ഫീൽ കണക്റ്റഡ് ടു ഹെർ. അപ്പം രാത്രി കിടക്കുമ്പോൾ എല്ലാവരും ഉറങ്ങും, ഇവൾ ഉറങ്ങൂല. എന്നിട്ട് പറയും കഥ പറഞ്ഞു തരണം, എന്നിട്ട് കഥ ഇരുന്ന് പറഞ്ഞു തരല്ലേ. മേ ബി ഷീ തോട്ട് അതൊക്കെ എയർ ചെയ്യും. അപ്പം അതൊന്നും വന്നില്ല. പക്ഷെ സ്റ്റിൽ കുറച്ച് നോറ FP അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പോയിരുന്നു. പക്ഷെ എനിക്കറിയില്ലല്ലോ, ഈ കൊച്ചു നാടകം കളിക്കുകയാണ് ഇതിനകത്ത് കിടന്ന് ഇത് കോംബോ വരാൻ. ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ ഞാനിതൊക്കെ റിയലൈസിച്ചിട്ട് പുറത്തിറങ്ങി ഭയങ്കര ക്ലോസ് ആണെന്ന് പുറത്തിറങ്ങി മനസ്സിലായി ഇതൊന്നും ഫോർ ദ ഷോ ഇട്ടതായിരുന്നു. പക്ഷെ ഞാൻ ഫ്രണ്ട്ഷിപ്പിന് നല്ല many people at the house, many people keep friendship and showing love for only for the both. That I understood. No, it was like ആ കുട്ടി ഒരു 100 കണ്ടന്റ് ഇടാൻ നോക്കി. അതിൽ 100 ഇട്ടാ 50 എയർ ചെയ്യുന്നറിയാം. അപ്പൊ അതിലൊരു കണ്ടന്റ് മാത്രമായിരുന്നു ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പിന്നീട് മനസ്സിലായി. പക്ഷെ ഞാൻ ഫ്രണ്ട്ഷിപ്പിന് റിയൽ വാല്യൂ കൊടുക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് മേ ബി അത് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വിഷമം ഞാൻ വിചാരിച്ചു നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും, നമുക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും എന്ന് വിചാരിച്ച ഒരാളായിരുന്നു നോറ. ഈവൻ സായി ഐ തോട്ട് നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ സായി ആണെങ്കിലും ഞാൻ പുറത്ത് വന്ന് എൻ്റെ അടുത്ത് വന്ന് നല്ല സംസാരിച്ചിട്ട് ആ മിനിറ്റിൽ വേറെ സൈഡിൽ മാറിയിരുന്നിട്ട് എന്നെ കുറ്റം പറയുകയാണ് കുറേ ഇൻസിഡൻസിൽ. അപ്പം അത് നമ്മൾ അതിനകത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഒരു ഫേസ് അല്ലേ കാണുന്നുള്ളൂ, അതായത് ക്യാമറയിലെ കാണുന്നില്ലല്ലോ. അപ്പം മനസ്സിലായാണ് ഇറ്റ്സ് എ ഗെയിം ഷോ. എൻ്റെ തെറ്റാണ്. ഐ തോട്ട് ഇറ്റ്സ് റിയൽ ലൈഫ്. It's a reality show, but people are made from fakeness and they play. It's a game show. It's a reality show. You have to show your real characters. But the whole things they change to a one game show. എന്തെങ്കിലും പറഞ്ഞാൽ അത് ഗെയിം അല്ലേ, അത് ഗെയിം അല്ലേ. If they are doing its game, and when I am saying openly, that's a personal events, personal ഗാച്ച് വെച്ചാണ് ധർമ്മനി സംസാരിക്കുന്നത്. ആയിക്കോട്ടെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനു അതിലൊരു റിയൽ ആയിട്ട് ഒരാൾ ഉണ്ടായിരുന്നുള്ളൂ. ജാനു പുറത്ത് വന്നാൽ ഇപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തിരിക്കുമ്പോൾ ഒരാൾ ചീത്ത പറയണേ പോട്ടെ അങ്ങനെ നമ്മൾ പറയും, പറയില്ല. ഇപ്പൊ ഞാൻ ഇവിടെ കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും എനിക്ക് പറയും. ഇത് എനിക്ക് കുറെ ആൾക്കാർക്ക് ചോദിക്കുന്നത്, ഈ ലോകത്തില് നമുക്ക് ഏറ്റവും സത്യം ദൈവം സത്യം പറയുന്നത് രണ്ടുപേരെ കള്ളത്തരം പറയുന്നത്
മനസ്സിൽ ഏറ്റവും ദേഷ്യം വന്നിട്ട് ഒരു ദിവസം ഏറ്റവും ദേഷ്യം വന്നു. പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓ വീഡിയോ പോട്ടെ, നശിപ്പിച്ച് പോട്ടെ പറയില്ലേ ക്യാമറ ശരിയായിട്ട് അല്ലേ? എല്ലാവരും നമ്മൾ മനുഷ്യന്മാരെ, നമ്മൾ ദൈവമൊന്നും ഇല്ലല്ലോ, ക്ഷമിച്ചിട്ടേ ഇരിക്കും. ബിക്കോസ് അതൊരു ഷോ ആയതുകൊണ്ട് അത് ആ ഒരു ഫിൽട്ടർ ജാനുവിനില്ല. അതാണ് ജാനു. സോ എനിക്ക് അവിടെ ഞാൻ സെറ്റം പറഞ്ഞ ആ ടൈമിൽ എനിക്ക് ക്യാമറ ഉണ്ടോ മൈക്കുണ്ടോ എനിക്ക് മറന്നുപോയി. ഞാൻ ആ ദേഷ്യം യമുന ചേച്ചിക്ക് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഓ കാല് കായ് പൊട്ടി എവിടെയോ പൊട്ടേ. ചേച്ചി പറഞ്ഞ ജാനു അങ്ങനെ പറയണ്ട, ക്യാമറ ഉണ്ട് ക്യാമറ. ഞാൻ പറഞ്ഞ ചേച്ചി, ഞാൻ ചേച്ചിക്ക് പറഞ്ഞില്ലേ, ചേച്ചി പറഞ്ഞ ജാനു എന്നെ പറഞ്ഞേ കുഴപ്പമില്ല, പക്ഷെ ക്യാമറ നോക്കി നിൽക്കുന്നേ. സോ പിന്നെ എനിക്ക് മനസ്സിലായി ആളാടത്തിനെല്ലാം കാട്ട് കേട്ട്. ജാനുവിന് അവിടെ ക്യാമറ ഉണ്ടെന്ന് ശരിക്കും മറന്ന ഒരേ ഒരാൾ ജാനു റൂമിലിരുന്ന് വരെ ഡ്രസ്സ് മറന്നു നോക്കിയിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ക്യാമറ ഉണ്ട് മാറരുത്. പൈസ കൊടുക്കും അത്രയുള്ളൂ. ഞാൻ പറഞ്ഞു ബിഗ് ബോസ് എന്റെ തുണി മറന്നിട്ട് വീഡിയോ ഇടുക എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ പൊട്ടൊക്കെ പോയി എന്റെ പൈസ കൂടി വേണം. പെട്ടെന്ന് ആൻസർ പറയാം. ജാൻമണിയുടെ ഒരു നല്ല ക്വാളിറ്റി, മോശം ക്വാളിറ്റി. ഞാനൊരു പമ്പ് സെറ്റ് വന്നേ ഇവിടെ പമ്പ് സ്വഭാവം. ഞാൻ ആ ടൈമിൽ ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുക്കും, എനിക്ക് ആ ടൈമിൽ കുട്ടി തന്നെ മതി. വെരി വെൽ മാൻഡ്. ഉള്ളതല്ലേ ചോദിക്കാൻ. ഓ ഈവൻ ഐ ഡിഡ്ന്റ് സേ നോ അല്ലേ ഇവിടെ. നിങ്ങളെ രണ്ടുപേരും പഠിപ്പിച്ചൊരു പാഠം എന്താണ്? ഞാൻ എനിക്ക് ഭയങ്കര ക്ഷമ വന്നേ. കുറെ പറയാനുണ്ട്, പക്ഷെ എനിക്ക് അവരുടെ നെയിം എടുത്ത് പറയാൻ അവർക്ക് അങ്ങനെ ഒരു ഫെയിം കിട്ടണ്ട എന്നുള്ളത് കൊണ്ട് പറയുന്നില്ല, അല്ലാതെ വേറെ ഇതത്. അതെ, ബിഗ് ബോസിലെ യുവർ ഫേവറേറ്റ് പേഴ്സൺ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഒരു സ്ഥലം പുഞ്ചിരിച്ച് ഓനെ കാത്തു ചിരിച്ച്